ബജറ്റ് അവതരണത്തിന് പിന്നാലെ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കമാകും. രാജ്യസഭയിൽ സദാനന്ദൻ മാസ്റ്ററും ലോക്സഭയിൽ സർബാനന്ദ സോനോവാളും നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. അതേസമയം ബജറ്റിനെതിരെ പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് നൽകുന്നത്. ജിഷ്ണു, ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബജറ്റിന് ശേഷം പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിക്കാൻ പോകുകയാണ്. ഇനിയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണല്ലോ ഇരുസഭകളിലും ഇന്നിപ്പോൾ നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പറയും. ഗൗതം, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയായിരുന്നു. രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും നയങ്ങൾ സംബന്ധിച്ചും പദ്ധതികൾ സംബന്ധിച്ചുമെല്ലാം തന്നെ രാഷ്ട്രപതി വിശദമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്കാണ് ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും തുടക്കം കുറിക്കുന്നത്. അതിൽ രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നിലവിലെ സഭാംഗം സി സദാനന്ദൻ മാഷാണ്. ഈ നന്ദിപ്രമേയ ചർച്ചകൾക്ക് ഏകദേശം 18 മണിക്കൂർ സമയമാണ് രാജ്യസഭയിലും ലോക്സഭയിലും നന്ദിപ്രമേയ ചർച്ചകൾക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രസംഗിക്കുക കേരളത്തിൽ നിന്നുള്ള നിലവിൽ രാജ്യസഭാംഗമായിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്ററാണ്. കൂടാതെ ലോക്സഭയിൽ സർബാനന്ദ സോനോവാളും നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കും. 18 മണിക്കൂർ സമയമാണ് ഈ ചർച്ചകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. ആ ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗം നടത്തുക. അതായത് കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ പാർലമെന്റിൽ നടന്ന നിർണായകമായ സംഭവം ബജറ്റ് സമ്മേളനം തുടങ്ങുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ്. അതിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ചും ഭാവി സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമുണ്ടായി. ഇന്നലെ നിർണായകമായിട്ടുള്ള ബജറ്റ് ഭാരതം അടുത്ത സാമ്പത്തിക വർഷം ഏത് രീതിയിൽ മുൻപോട്ട് പോകും എന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള നയങ്ങളും പദ്ധതികളും ഉൾപ്പെടുന്ന ബജറ്റ് ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ഇന്ന് നന്ദിപ്രമേയ ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും ഒപ്പം നിലവിലെ നയരൂപീകരണവും സർക്കാരിൻ്റെ നയങ്ങളും എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കും. ഈ മാസം 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ സെഷൻ ഉള്ളത്. പിന്നീട് മാർച്ച് മാസത്തിൽ വീണ്ടും സെഷൻ ആരംഭിക്കും. അത്തരത്തിൽ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഒപ്പം ഇന്നലെ നടന്ന ബജറ്റിന്മേൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയിൽ പ്രതിഷേധിക്കാനാണ് ഇന്ന് പ്രതിപക്ഷ നീക്കം എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലാണ് പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളുടെ പ്രതികരണമുള്ളത്. ബജറ്റിനെ വിമർശിച്ചുകൊണ്ടും ബജറ്റിനെതിരെ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഉയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും പാർലമെന്റിൽ ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. രാജ്യസഭയിൽ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ തന്നെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്.